തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടങ്ങളിലൊന്നായ തേനി ജില്ലയിൽ നിന്നും 2000 അടി ഉയരത്തിൽ കേരളത്തിന്റെ കിഴക്കൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. തേനി ജില്ലയിൽ ഉൾപ്പെടുന്ന കമ്പം, തേവാരം, ഉത്തമപാളയം, വൈഗ എന്നീ പ്രദേശങ്ങളിലുള്ള ആളുകൾ മലൈ എന്ന വാക്കാണ് ഇടുക്കി ജില്ലയെ വിശേഷിപ്പിക്കാനായി ഉപയോഗിക്കുന്നത്. മലയോര പ്രദേശമായതിനാലും മറ്റ് സ്ഥലങ്ങളെക്കാൾ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലുമാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. ജില്ലയിലെ 97% പ്രദേശങ്ങളും കാടുകളും മലകളും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രകൃതി സുന്ദരമായ ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. തീവണ്ടിപ്പാത ഇല്ലാത്തതിനാൽ റോഡ് മാർഗം മാത്രമേ ഇടുക്കി ജില്ലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും തോട്ടവിളകൾക്ക് അനുയോജ്യമാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിന്റെ കേരളത്തിലെ 2ാമത്തെ സ്ഥാനമാണ് ഇടുക്കിക്കുള്ളത്. തേയില, കാപ്പി, കുരുമുളക്, ഏലം എന്നിവ ഇടുക്കിയിലെ നാണ്യ വിളകളാണ്. കാർഷിക ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇടുക്കി ജില്ല 2ാം സ്ഥാനമാണ് വഹിക്കുന്നത്. ക്ഷീരോത്പാദനത്തിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇടുക്കി ജില്ലയുടെ മറ്റൊരു സവിശേഷത. പശുത്തൊഴുത്തിന് പിന്നിലായി ശേഖരിക്കുന്ന ചാണകം ജൈവ കൃഷിയുടെയും ജൈവവളത്തിന്റെയും ഒരു പ്രധാന ഘടകമാണ്. കന്നുകാലി വളർത്തിനോടൊപ്പം തന്നെ ആട്, താറാവ്, കോഴി എന്നിവയും ഒരു കാർഷിക വൃത്തിയായി ഇവിടെയുള്ള ആളുകൾ ചെയ്യുന്നു. പാർപ്പിട വ്യവസ്ഥയ്ക്കനുസരിച്ച് ഇവയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ പരിമിതമായ സ്ഥലങ്ങളിൽ പോലും നടത്തുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ഇടുക്കിയിലെ ഓരോ കാർഷിക കുടുംബത്തിന്റെയും ജീവിത രീതിയുടെ ഭാഗം കൂടിയാണിത്. കൃഷിയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം. ചെറുകിട കർഷകരാണ് കൂടുതലെങ്കിലും ഏലം, തേയില, കാപ്പി, കുരുമുളക് തുടങ്ങിയവയിൽ വൻകിട കാർഷിക കമ്പനികളും പങ്കാളിത്തം വഹിക്കുന്നു. ഇവ കൂടാതെ ഇഞ്ചി, കപ്പ എന്നിവയും പ്രധാന വരുമാന ഉപാധിയായി കൃഷി ചെയ്തു വരുന്നു. കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുരുമുളക് ജില്ലയിലെ പ്രധാന കൃഷികളിൽ ഒന്നാണ്. ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ദീർഘമായി മഴ ലഭിക്കുന്നതിനാലും കുരുമുളക് ഇവിടുത്തെ അനുയോജ്യമായ ഒരു കൃഷിയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ന് കാപ്പി കൃഷി ചെയ്യപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പോലും കാപ്പി സമൃദ്ധമായി വളരുന്നു. കാപ്പി ചെടിയിലെ കുരു ഉണക്കി അതിന്റെ പരിപ്പ് വറുത്ത് പൊടിച്ചാണ് കാപ്പിപ്പൊടി തയ്യാറാക്കുന്നത്. ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ സുപ്രധാനമായ കൃഷികളിലൊന്നാണ് തേയില. ഭൂശാസ്ത്രപരമായി ഉയർച്ചയെ സൂചിപ്പിക്കുന്ന കോണ്ടൂർ രേഖയ്ക്ക് സമാന്തരമായാണ് തേയില ചെടികൾ നടുന്നത്. ഇതിനെ കോണ്ടൂർ പ്ലാന്റിംഗ് എന്ന് പറയപ്പെടുന്നു. ഈ രീതി മണ്ണൊലിപ്പിനെ ഫലപ്രദമായി തടയാൻ സഹായിക്കുന്നു. അധികം ഈർപ്പമില്ലാത്ത നീർവാർച്ചയുള്ള മണ്ണാണ് കൊക്കോ കൃഷിക്ക് ഉത്തമം. തനിവിളയായിട്ടും ഇടവിളയായിട്ടും കൊക്കോ നടന്നു. ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിനാണ് പ്രധാനമായി കൊക്കോ ഉപയോഗിക്കുന്നത്. ആന്റി ഓക്സിഡന്റുകളുടെ കലവറയാണ് കൊക്കോ ഇല. 3 മീറ്ററോളം ഉയരത്തിൽ വളരുകയും 10 മാസം കൊണ്ട് വിളവ് തരികയും ചെയ്യുന്ന ചിരസ്ഥായിയായ ഔഷധിയാണ് ഏത്തവാഴ. കായും പിണ്ടിയുമാണ് പ്രധാന ഫലങ്ങൾ. പടലകളും കായ്കളും എണ്ണത്തിലും ആകൃതിയിലും വ്യത്യാസമുള്ള പലതരം നേന്ത്രവാഴകൾ കൃഷി ചെയ്യുന്നു.
സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നും പച്ചപ്പൊന്നെന്നും അറിയപ്പെടുന്ന ഏലത്തിന്റെ കൃഷി ഏറെ പ്രാധാന്യത്തോടെയാണ് ഇടുക്കിയിലെ കർഷകർ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കേരളത്തിന്റെ സുഗന്ധപ്പെരുമ ലോകമെമ്പാടും പടർത്തിയ സൗഗന്ധികമാണ് ഏലം. കാർഷിക രംഗത്തിൽ ഏലത്തെ വെല്ലാൻ മറ്റൊരു കൃഷി ഇല്ല എന്ന് തന്നെ പറയാം. ഏലകൃഷി ഈ ഹൈറേഞ്ചിലെ ജനങ്ങളെ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് വിളവ് ലഭിക്കുന്ന ഒരു കൃഷി ആയതുകൊണ്ടാണ്. ഏകദേശം 1.5 വർഷം കൊണ്ട് വിളവ് ലഭിക്കുന്ന ഒരു കൃഷിയാണ് ഏലകൃഷി. ഇതിന് വളരെ അധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അഴുകൽ എന്ന് പറയുന്ന ഒരു രോഗം. അത് എത്രയും പെട്ടെന്ന് വ്യാപിക്കുകയും കർഷകർക്ക് ഏറ്റവും അധികം നഷ്ടം വരുത്തുന്ന ഒരു അസുഖമാണ്. അതിന് വളരെ ഈ COC പിന്നെ അങ്ങനെയുള്ള വില കൂടിയ കുമിൾനാശിനികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 1978 സ്ഥാപിച്ച ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിലെ മയിലാടൻപാറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഗവേഷണത്തിനോടൊപ്പം തന്നെ കാർഷിക ഉൽപാദന വർധനവും സംരക്ഷണവുമാണ് ഇവിടെ ചെയ്യുന്നത്. We are looking into the organic ways of disease control. It's like since these pathogens are fungi and there are natural enemies of these pathogens in the soil itself. So like Trichoderma and Pseudomonas, these are beneficial microorganisms, and in any soil you can find this Trichoderma or Pseudomonas, but their numbers may be low. So what we do here is we survey the entire cardamom growing tracts in Idukki district, and we have collected numerous samples, and these samples will be by using serial dilution techniques. These samples will be plated in the laboratory culture media and in specific media that can able to isolate these beneficial organisms. So we have a collection of a number of isolates, more than 200 isolates, each of Trichoderma as well as Pseudomonas. So from these collections, what we do now, we will screen for the better isolates. So at last we will bring it down to a few, like 1 or 2 isolates in each genus. So these isolates will be again tested in field, and the best ones only will be recommended to the farmers. കാടമത്തിൽ സാറിന് കീടനാശിനി അടിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ഒരു 3-4-5 മാസം കഴിഞ്ഞാലും ഇതിൻ്റെ റെസിഡ്യൂ സ്റ്റേബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ സ്റ്റേബിൾ എങ്ങനെയാണ് നോക്കണം എന്നുള്ള അനാലിസിസാണ് ഇവിടെ നടത്തുന്നത്. ഇവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കയുടെ സാമ്പിൾ എടുത്തിട്ട് ഇത് ഓർഗാനിക് സോൾവൻസിൽ ഡിസോൾവ് ചെയ്തിട്ട് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി എന്ന ഇൻസ്ട്രുമെൻറ്റ് വഴിയാണ് ഈ പെസ്റ്റിസൈഡ് റെസിഡ്യൂ അനാലിസ് ചെയ്യുന്നത്. സാധാരണ ഏലത്തിലടിക്കാറുള്ള കീടനാശിനി എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർഗാനിക് ഫോസ്ഫറസ് ആണ് ഇപ്പോൾ കൂടുതൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഓർഗാനിക് ഫോസ്ഫറസിൽ മെയിനായിട്ട് ഫിനൈൽ ഫോസാണ് സാധാരണ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഏലത്തിൽ സാധാരണയായിട്ട് 25 ദിവസം ഇടവിട്ടാണ് ഈ ഫാമേഴ്സ് പെസ്റ്റിസൈഡ് ഈ ഏല കൾട്ടിവേഷൻ ഫാമിൽ സ്പ്രേ ചെയ്യാറ്. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ സാമ്പിൾ എടുത്തിട്ടാണ് ഇവിടെ അനാലിസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 80-85% കാടമത്തിലും ഈ പെസ്റ്റിസൈഡ് ഡിറ്റക്ട് ചെയ്യാറുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്ന് പറയുമ്പോൾ അവരുടെ മണ്ണിൻ്റെ എന്തിൻ്റെ ഡെഫിഷ്യൻസി, അതായത് എന്തിൻ്റെ അകത്ത് അസിഡിറ്റി കൂടുതലാണോ, ഏത് വളത്തിൻ്റെ നൈട്രജൻ NPK വളമാണോ ബേസിക്കലി സോയിലിൽ എന്തെങ്കിലും കുറവ് വരുന്നത്, അത് എന്തിൻ്റെ ലെവൽ എന്താണ്, കുറവാണോ കൂടുതലാണോ, ഏത് ഫെർട്ടിലൈസറാണ് അതിന് ഉപയോഗിക്കേണ്ടത്, അതൊക്കെയാണ് നമ്മൾ കർഷകർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. തേനീച്ചക്കൂടി കാണുന്ന മെഴുകുതിന്നും പുഴുവാണിത്. അത് തേനീച്ചയെ നശിപ്പിക്കുന്നതിനാൽ അതിനെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നാണെങ്കിൽ അതിനെ ഈച്ചയാക്കിയിട്ടാണെങ്കിൽ അതിന് ഒരു ബോക്സിനകത്ത് ഒരു പേപ്പർ ഏണി രൂപത്തിൽ മടക്കി വെച്ചിട്ട് മുട്ടയിടാൻ വെക്കുക. എന്നിട്ട് ആ ഈച്ചയ്ക്ക് വേണ്ടി നമ്മൾ 90 മില്ലി വെള്ളത്തിൽ 10 മില്ലി തേൻ വെച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിനെ പഞ്ഞിയിൽ മുക്കി സൊല്യൂഷനായിട്ട് അതിന് കൊടുത്തതിന് ശേഷം കുറേ മെയിൽ ഫീമെയിൽ ഈച്ചയും കളക്ട് ചെയ്ത് അതിനെ ബോക്സിനകത്തിട്ട് അടച്ചു വയ്ക്കുക. അടുത്ത ദിവസം ആകുമ്പം അത് ഈ പേപ്പറിൻ്റെ ഇടയിൽ മുട്ടയിട്ട് വെച്ചേക്കുന്ന കാണാം. അതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മീഡിയം തയ്യാറാക്കണം. ചോളം, ഗോതമ്പ് പൊടി, പാൽപ്പൊടി, തവിട്, ഈസ്റ്റ്, ഗ്ലിസറിൻ, തേന്. അതിൽ ചോളം 200 ഗ്രാം, ഗോതമ്പ് പൊടി 100 ഗ്രാം, പാൽപ്പൊടി 100 ഗ്രാം, തവിട് 100 ഗ്രാം, ഈസ്റ്റ് 50, ഗ്ലിസറിൻ 100 മില്ലി, ഹണി 100 മില്ലി. ഇതെല്ലാം കൂടെ ഒരു വെയിറ്റ് എടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു ബോക്സിനകത്ത് മീഡിയം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട്
കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എഗ്ഗ് വിതറി കൊടുക്കുക. വിതറി കൊടുത്തിട്ട് അനക്കാതെ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച് 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വിരിഞ്ഞ സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതിനെ ആണെങ്കിൽ 25-ാം ദിവസം എടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി തുടങ്ങണം. ഇളക്കുന്നതിന് കാരണം അതിന് ചൂട് മാറാനും പിന്നെ ആണെങ്കിൽ ഈ ചത്ത് കിടക്കുന്ന പുഴുവിനെ എടുത്ത് മാറ്റാനുമാണ്. ഇതിനകത്ത് ഈച്ച കയറാൻ പാടില്ല. അതിനുശേഷം ഇത് ദിവസം ചെയ്ത് 10-45 ദിവസം ആകുമ്പോഴത്തേക്കും ഈ പുഴു വളർന്ന് വലിയ സ്റ്റേജ് എത്തും. അതിനെ നമ്മളാണെങ്കിൽ കളക്ട് ചെയ്തതിന് ശേഷം EPN സൊല്യൂഷൻ ഒഴിച്ച് ഇതിനെ നമ്മൾ കൊല്ലുക. എൻഡമോ പാത്തോജൻ നെമറ്റോഡ് ഒഴിച്ച് ഇതിനെ കൊല്ലുക. ഒരു പെട്രി പ്ലേറ്റ് എടുത്ത് അതിനകത്ത് ഫിൽറ്റർ പേപ്പർ വെച്ച് അതിനകത്ത് EPN സൊല്യൂഷൻ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം ഈ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ലാർവ എടുത്ത് ആ പെട്രി പ്ലേറ്റിനകത്തോട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ച് 3-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കളർ ചേഞ്ച് ആയി തുടങ്ങും. എന്നിട്ട് നമ്മൾ അതിനെ വൃത്തിയാക്കി ഒരു ഡിഷിനകത്ത് എടുത്ത് വെച്ചതിന് ശേഷം ബോഡിക്കകത്ത് 28 to 29 ടെമ്പറേച്ചർ കണക്കാക്കി നമ്മളകത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം 8-ാം ദിവസം ഫാമേഴ്സിന് ഫീൽഡിലിടാൻ കൊടുക്കും. അത് ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ 4 കുഴുവത്തി 4 സൈഡിലായിട്ട് ഓരോന്നിട്ടാൽ മതി. ആ ഒരു കടാറിനകത്ത് ലക്ഷക്കണക്കിന് നെമറ്റോഡ് കാണാൻ പറ്റും. അത് ഈ ഏലത്തിൻ്റെ ചുവട്ടിലിടുമ്പോൾ അതിൻ്റെ നനവ് കൊണ്ട് ഈ കടാവർ പൊട്ടി അതിനകത്തുള്ള നെമറ്റോഡ് വെളിയിൽ ചാടുകയും അത് വേർപുഴുവിൻ്റെ അകത്ത് കയറി വേർപുഴുവിനെ കൊല്ലുകയും ചെയ്യും. This is Indian Cardamom Research Institute, ICRI. It is under the Ministry of Commerce, Government of India. It is established in 1978 and is basically working on small and large cardamom. Our mandate is small and large cardamom to take up the need-based research on other spices also. Some adaptive trials we are taking on other spices. Because cardamom is very location specific, we have established 2 more regional research stations, one at Shakleshpur in Karnataka for the serving to the Karnataka region and another at Tamil Nadu, Tariyangudse for serving in the lower Palni hills of Tamil Nadu. Our thrust is to go for the mechanical devices for various operations in the field. Nowadays there is a lot of problem in the cardamom fields is lack of sufficient labor force. So because of that the mechanization of the farm activities is the need of the hour. ഏലം എന്നും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധ വ്യഞ്ജനമാണ്. വിവിധ തരം പ്രത്യേക കൃഷി രീതികളിലൂടെയാണ് ഏലം നമ്മളിലേക്ക് എത്തുന്നത്. രാസവളങ്ങളെക്കാൾ ചെടിക്ക് ആയുസ് കിട്ടാനും കായ്ബലം കൂടുതൽ കിട്ടാനും ജൈവവളങ്ങളാണ് ഉത്തമം. ലിറ്ററിൻ്റെ ഒരു കുറ്റി, ഒരു കുറ്റിക്കകത്തേക്ക് ഒരു കൊട്ട പച്ച ചാണകം, പിന്നെ 5 കിലോ DAP, 5 കിലോ 10-26, 5 കിലോ 7 കൂട്ടം പിണ്ണാക്കുകൾ ചേർത്ത് പൊടിച്ചത്, ഇത് 4 കൂടെ കൂട്ടി ചേർത്ത് ഒരാഴ്ച ഇടുക. പുളിപ്പിച്ചതിന് ശേഷം അത് 400 ലിറ്ററാക്കി വെള്ളമാക്കി കോരി ഒഴിക്കുക ചെടി ചുവട്ടിൽ. അതൊരു ചെടിക്ക് ഒരു 5 ലിറ്റർ വീതം ഓരോ ചെടിയും ചുവട്ടി ചെലുത്താൽ മതി, ഒഴിച്ചാൽ മതി. അതിങ്ങനെ ഒരു 40 ദിവസം കൂടുമ്പോൾ ഓരോ റൗണ്ട് ഒഴിക്കണം. കൃത്യമായി പരിപാലനവും അനുകൂലമായ കാലാവസ്ഥയുമുണ്ടെങ്കിൽ എല്ലാ 40 ദിവസം കൂടുമ്പോഴും വിളവെടുക്കാൻ സാധിക്കും.
സോഡിയം ബൈകാർബണേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചാണ് ഏലം വൃത്തിയാക്കുന്നത്. അതിനുശേഷം വൃത്തിയാക്കിയ ഏലം ഡ്രൈയിങ് മെഷീനിലിട്ട് 50 മുതൽ 80 സെന്റിഗ്രേഡ് ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നു. 24 മണിക്കൂർ കൊണ്ടാണ് ഇത് നടത്തിയെടുക്കുന്നത്. കാപ്പിത്തൊണ്ടും അറക്കപ്പൊടിയും കൊണ്ട് നിർമ്മിച്ച് ബ്രിക്കറ്റ് എന്ന വസ്തുവാണ് കത്തിക്കാനായി ഉപയോഗിക്കുന്നത്. പത്തടി അകലത്തിൽ 2 കൊന്നര കുഴി എടുത്തിട്ട് നന്നായിട്ട് ചാണകപ്പൊടി ഇട്ട് മണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഒരു ചിമ്പ് ഒറ്റ ചിമ്പായിട്ട് വെക്കുക. വെച്ച് മുകളിൽ പുതയിട്ട് കൊടുക്കുക. പുതയിട്ട് കൊടുത്തിട്ട് വേരെടുക്കുമ്പോൾ 1 മാസം കഴിയുമ്പോൾ വളം കലക്കി ഒഴിക്കുക. ഈ പറഞ്ഞ കൂട്ടുകൾ കലക്കി ഒഴിച്ച് അങ്ങനെ ചെയ്ത മാസം തോറും ചെയ്തു കഴിഞ്ഞാൽ 12 മാസം ആകുമ്പോൾ തന്നെ ചെടി പൂർണ്ണ വളർച്ചയെത്തും. 1.5 വർഷമാകുമ്പോൾ നമുക്ക് ഇതിന് കായെടുക്കാൻ തുടങ്ങും. അങ്ങനെ നന്നായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ 10-12 വർഷം വരെ ചെടി പോകാതെ നിൽക്കും. അങ്ങനെ നല്ല രീതിയിൽ വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നന്നായിട്ട് വിളവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു പ്രാവശ്യം എടുപ്പിന് 1 കിലോ 2 കിലോ വീതം ഉണങ്ങിയ കായ കിട്ടാത്ത രീതിയിൽ വിളവുണ്ടാകും, നന്നായിട്ട് പരിപാലിച്ചുകൊണ്ട് പോയാൽ. അപ്പോൾ ഇങ്ങനെ പരിപാലിക്കണമെങ്കിൽ വളം മാത്രം പോരാ, 20 ദിവസം കൂടുമ്പോൾ ഇതിന് കീടനാശിനി എന്ന് പറഞ്ഞാൽ വളം മരുന്നടിക്കണം. 20 ദിവസം കൂടുമ്പോൾ അങ്ങനെ മരുന്നടിക്കുകയും വളം ചെയ്യുകയും ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ രീതിക്ക് വിളവ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ വിളവ് കിട്ടി 2 കിലോ വെച്ചെങ്കിലും ഒരു ചെടിയെന്ന് ശരാശരി കിട്ടുകയാണെങ്കിൽ കൃഷിക്കാരനത് വളരെ ലാഭകരമാണ്. 1000 രൂപയ്ക്ക് അടുത്ത് വിലയും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ലാഭകരം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് പറിച്ച് 5 കിലോ പച്ചക്ക പറിച്ച് സ്റ്റോറിൽ ഉണങ്ങാൻ കൊടുത്താലാണ് നമുക്ക് 1 കിലോ ഉണങ്ങിയ കാ കിട്ടുന്നത്. കൃഷിയിലേർപ്പെടുന്ന ഇവിടുത്തെ ചെറുകിട കർഷകരുടെ പ്രധാന ആശ്രയമാണ് ഏലം കൃഷി. ഏലം എന്നുള്ള ഒരു സുഗന്ധദ്രവ്യ ഉൽപ്പന്നം. ഇത് ഇവിടെ ഏകദേശം 5 സെൻറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഒരു 2 അല്ലെങ്കിൽ ഒരു 5-10 ചെടിയെങ്കിലും അവരുടെ വീട്ടിൽ വെച്ച് അവരതിനെ കൃഷി ചെയ്ത് വളരെ ഭാരിച്ച ഒരു ജോലിയും ബുദ്ധിമുട്ടും ചെലവും ഉള്ളൊരു കൃഷിയാണ് ഏലത്തിനെ സംബന്ധിച്ചിടത്തോളം. അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഉൽപ്പാദനം ഉള്ളത്. അതിനു മുമ്പ് നമുക്കിതിന് വളരെ നല്ല രീതിയിൽ ഒത്തിരി പൈസ മുടക്കി ഇതിന് നമ്മൾ വളങ്ങളും മറ്റുള്ള പരിചരണങ്ങളും കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഏലത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മുതൽ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഏലകൃഷിയിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കാട്ടി ജോലി ചെയ്ത് രാവിലെ 8 മണി മുതൽ 4 മണി വരെ വളരെ കഠിനാധ്വാനം ചെയ്താണ് അവർ ഉപജീവനമാർഗം കഴിക്കുന്നത്. എന്നാലും ഈ കൃഷി ചെയ്യുന്ന ഉടമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാരിച്ച ചെലവാണ് ഈ കൃഷിയിൽ. ഇതിൻ്റെ വിളവ് കിട്ടുമ്പോൾ ഒന്നിച്ച് കിട്ടും. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ ഒരു 100 രൂപയുടെ മുതൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 95 രൂപ മുടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് 100 രൂപയുടെ ഉൽപ്പന്നം നമ്മുടെ കൈ കിട്ടുകയുള്ളൂ. ഏലത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. 20 ദിവസത്തിൽ ഒരിക്കൽ അതിന് മരുന്നടിക്കണം. 40 ദിവസത്തിലും 50 ദിവസത്തിലും കായ എടുക്കണം. അതാണ് അതിൻ്റെ വിളവ്. ആദ്യ കർക്കിടക മാസത്തിന് വരുന്ന ജൂലൈ മാസം ആദ്യത്തെ കായ എടുക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് 40 ദിവസം കഴിയുമ്പോൾ രണ്ടാമത് എടുക്കും. അത് കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോഴത്തേന് മൂന്നാമത് എടുക്കുക. 5 എടുപ്പ് എടുക്കാം. 5 എടുപ്പ് അല്ലെങ്കിൽ 6ാമത്തെ എടുപ്പ്. വെള്ളമൊക്കെ അടിക്കുന്ന കായാണ് തീർത്ത് പോകത്തേ ഇല്ല. അല്ലെങ്കിൽ വെള്ളമൊന്നും അടിക്കാത്ത കാടാണ് ഒരു കാ പോലും ഇല്ലാതെ വന്നിട്ട് പിന്നെ എല്ലാം ഉണങ്ങി അതിൻ്റെ ശരങ്ങളെല്ലാം കണ്ടിച്ച് കളഞ്ഞ് ഇപ്പം ഞങ്ങൾ കവാത്തെടുക്കുമായിരുന്നു. അതിൻ്റെ ഇലയെല്ലാം പറിച്ച് കളഞ്ഞ് വൃത്തിയായിട്ട് ഇപ്പം ചെന്നാൽ നമുക്ക് കാണാം. എടുത്ത ചെടിയും എടുക്കാത്ത ചെടിയും കണ്ടെന്നാൽ ശരിക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും എടുത്തു നിർത്തിയിരിക്കുന്നതിൻ്റെ ഭംഗിയും അല്ലാത്തതിൻ്റെ ഇതെല്ലാം നമുക്ക് ശരിക്കും കാണാൻ സാധിക്കും. അതാണ് നമ്മുടെ ഈ പ്രദേശത്തെ കൃഷി കാര്യങ്ങളൊക്കെ. ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടെ എല്ലാം നെല്ല് കൃഷി ചെയ്തുകൊണ്ടിരുന്നവരാണ്. കപ്പയും നെല്ലുമൊക്കെ. ഈ വന്യമൃഗം വല്ലാതെ നമ്മളെ നശിപ്പിച്ച് അങ്ങനെയാണ് വന്യമൃഗം കയറിയ കാരണമാണ് എല്ലാം തന്നെ ഈ ഏലവും
വാഴയും പച്ചക്കറികളും കൃഷി ചെയ്യുന്നത്. അതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ മനുഷ്യരെല്ലാവരും തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് ചെയ്തില്ലേ പന്നി കളഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ഏലമാണെങ്കിൽ കൂടുതലായിട്ട് ശല്യം ചെയ്യത്തില്ല. അങ്ങനെയാണ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ നമ്മുടെ പിന്നെ ഇന്ത്യയിൽ ആകമാനം ഒരു ബോർഡുള്ളത് വണ്ടമ്മേടാണ്. അത് പുച്ചടിയോട് അടുത്ത സ്പൈസസ് ബോർഡ് തുടങ്ങിയിരിക്കുന്നത്. അത് ഈ ഹൈറേഞ്ചിൻ്റെ പ്രാതിനിധ്യം ഏറ്റവും വളരെയധികം കൂടും. കുരുമുളക് ഉണ്ടെന്ന രീതിയിൽ അതും അവിടെ തന്നെ കൊടുക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്. കുരുമുളക് എന്ന് പറയുന്നത് നമുക്കൊരു വർഷം ഒരു പ്രാവശ്യം ആദായം കിട്ടത്തുള്ളൂ. അപ്പോൾ കുരുമുളക് കൃഷിക്ക് വലിയ ഭാരിച്ച പണിയൊന്നുമില്ല. ആണ്ടിൽ 1-2 പ്രാവശ്യം വളമിട്ടേച്ചാൽ മതി. പിന്നെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമുക്ക് മൊത്തം ഒരാദായം നേരം കിട്ടും. ഒന്നിച്ച് പറിച്ച് ഉണങ്ങിക്കൊടുത്താൽ നല്ല വില ഇപ്പോൾ കിട്ടുന്നുണ്ട്. എങ്കിലും ഏലകൃഷിയോളം നേടാനായിട്ട് മറ്റൊരു കൃഷിയുള്ളതായിട്ട് എനിക്ക് തോന്നിക്കുന്നില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്പൈസസ് ബോർഡാണ് ഇടുക്കി ജില്ലയിലെ പുറ്റടി എന്ന സ്ഥലത്തുള്ളത്. ഏലത്തിനെയും കുരുമുളകിനെയും കേന്ദ്രീകരിച്ചാണ് സ്പൈസസ് ബോർഡ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ മികച്ച ഈ ഓപ്ഷൻ സെന്ററും കൂടിയാണിത്. ആവശ്യാനുസരണം കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരം നഷ്ടപ്പെടാതെ തന്നെ ദീർഘകാലം സൂക്ഷിക്കാനുള്ള സൗകര്യം ഇവിടെ ലഭ്യമാണ്. ഏലത്തിന്റെ ഗുണമേന്മയും നിലവാരവും അനുസരിച്ച് ഇനം തിരിച്ചാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്.